ഹായ്, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമുക്ക് ഒരാളെ എങ്ങനെ പരിചയപ്പെടുത്താം, നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ആദ്യം കാണുന്ന ഒരാൾ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെ മറുപടി പറയാമെന്നും, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെ അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നും നമുക്ക് പഠിക്കാം. ഓക്കെ, ഹൗ ആർ യു? ഹൗ ആർ യു? ആപ് കൈസേ ഹേ? ആപ് കൈസേ ഹേ? സുഖമാണോ? താങ്കൾക്ക് സുഖമാണോ? അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ? എല്ലാത്തിനും എന്താണ്? ഹൗ ആർ യു ആണ്. ആപ് കൈസേ ഹേ? സുഖമാണോ? ഇതിന് മറുപടിയായിട്ട് നമുക്ക് ഐ ആം ഫൈൻ, താങ്ക് യു, അല്ലെങ്കിൽ ഐ ആം ഗുഡ്, താങ്ക് യു, രണ്ടും പറയാം. ഐ ആം ഫൈൻ അല്ലെങ്കിൽ ഐ ആം ഗുഡ്. അപ്പോൾ ഇവിടെ ഐ ആം ഗുഡ്, താങ്ക് യു. മേം അച്ഛാ ഹും, ധന്യവാദ്. എനിക്ക് സുഖമാണ്, നന്ദി. ഐ ആം ഗുഡ്, താങ്ക് യു. മേം അച്ഛാ ഹും, ധന്യവാദ്. എനിക്ക് സുഖമാണ്, നന്ദി. വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്ന് വരുന്നു? വേർ ആർ യു ഫ്രം? ആപ് കഹാം സെ ഹേ? ആപ് കഹാം സെ ഹേ? വേർ ആർ യു ഫ്രം? ആപ് കഹാം സെ ഹേ? നീ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നീ എവിടെ നിന്ന് വരുന്നു? ആപ് കഹാം സെ ഹേ? ഐ ആം ഫ്രം ഇന്ത്യ. ഐ ആം ഫ്രം ഇന്ത്യ. മേം ഭാരത് സെ ഹും. മേം ഭാരത് സെ ഹും. ഐ ആം ഫ്രം ഇന്ത്യ. മേം ഭാരത് സെ ഹും. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. മേം ഭാരത് സെ ഹും. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നീ എന്ത് ചെയ്യുന്നു? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? ആപ് ക്യാ കർത്തെ ഹേ? ആപ് ക്യാ കർത്തെ ഹേ? താങ്കൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ആപ് ക്യാ കർത്തെ ഹേ? ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപകനാണ്. ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. മേം ഏക് ശിക്ഷക് ഹും. മേം ഏക് ശിക്ഷക് ഹും, അല്ലെങ്കിൽ മേം ഏക് അധ്യാപക് ഹും, രണ്ടും പറയാം. മേം ഏക് ശിക്ഷക് ഹും, അല്ലെങ്കിൽ മേം ഏക് അധ്യാപക് ഹും, ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ആപ് കഹാം രഹത്തെ ഹേ? ആപ് കഹാം രഹത്തെ ഹേ? താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാം രഹത്തെ ഹേ? ഐ ലീവ് ഇൻ ചെന്നൈ. അതിന് മറുപടിയായിട്ട് നമുക്ക് ഐ ലീവ് ഇൻ ചെന്നൈ, അല്ലെങ്കിൽ ഐ ലീവ് ഇൻ മുംബൈ, ഐ ലീവ് ഇൻ ഡൽഹി, ഐ ലീവ് ഇൻ കൊൽക്കത്ത, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ മേം ചെന്നൈ മേ രഹത്താ ഹും. മേം ചെന്നൈ മേ രഹത്താ ഹും. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. മേം ചെന്നൈ മേ രഹത്താ ഹും. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? താങ്കളുടെ ദേശീയത എന്താണ്, അല്ലെങ്കിൽ ഏത് ആണ് താങ്കളുടെ രാഷ്ട്രം എന്നാണ് ചോദിക്കുന്നത്. ആപ്കി രാഷ്ട്രീയത ക്യാ ഹേ? ആപ്കി രാഷ്ട്രീയത ക്യാ ഹേ? വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി? ആപ്കി രാഷ്ട്രീയത ക്യാ ഹേ? ഐ ആം ആൻ ഇന്ത്യൻ. ഐ ആം ആൻ ഇന്ത്യൻ. ഐ ആം ആൻ ഇന്ത്യൻ. മേം ഭാരത് കാ ഹും. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. മേം ഭാരത് കാ ഹും. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. മേം ഭാരത് കാ ഹും. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. ആർ യു മാരീഡ്? ആർ യു മാരീഡ്? നിങ്ങൾ വിവാഹിതനാണോ? നിങ്ങൾ വിവാഹിതനാണോ? ആർ യു മാരീഡ്? ക്യാ ആപ് ശാദീശുദ ഹേ? ക്യാ ആപ് ശാദീശുദ ഹേ? ആർ യു മാരീഡ്? ക്യാ
ആപ് ഷാദിശുദ ഹെ? നിങ്ങൾ വിവാഹിതനാണോ? നോ, ഐ ആം സിംഗിൾ. നോ, ഐ ആം സിംഗിൾ. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ വിവാഹം ചെയ്തിട്ടില്ല. മേം അവിവാഹിതുഹും. മേം അവിവാഹിതുഹും. മേം അവിവാഹിതുഹും. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. നോ, ഐ ആം സിംഗിൾ. മേം അവിവാഹിതുഹും. ഞാൻ ഒറ്റയ്ക്കാണ്. വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? നിങ്ങൾ ഏതൊക്കെ ഭാഷകളാണ് സംസാരിക്കുന്നത്? വാട്ട് ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? ആപ് കോൺ കോൺ സി ഭാഷായേ ബോൾത്തെ ഹേ? ആപ് കോൺ കോൺ സി ഭാഷായേ ബോൾത്തെ ഹേ? ആപ് കോൺ കോൺ സി ഭാഷായേ ബോൾത്തെ ഹേ? താങ്കൾ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കും? ഐ സ്പീക്ക് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഞാൻ മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. മേം മലയാളം ഔർ അംഗ്രേസി ബോൾത്താ ഹൂം. മേം ഞാൻ മലയാളം ഔർ അംഗ്രേസി മലയാളവും അംഗ്രേസി ഇംഗ്ലീഷും ബോൾത്താ ഹൂം പറയും അല്ലെങ്കിൽ സംസാരിക്കും. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ക്യാ ആപ്കാ കോയി സഗാ ഭായി ബഹൻ ഹെ? ക്യാ ആപ്കാ കോയി സഗാ ഭായി ബഹൻ ഹെ? താങ്കൾക്ക് സഹോദരങ്ങളുണ്ടോ? നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ? ക്യാ ആപ്കാ കോയി സഗാ ഭായി ബഹൻ ഹെ? താങ്കൾക്ക് സഹോദരങ്ങളുണ്ടോ? യെസ്, ഐ ഹാവ് വൺ ബ്രദർ. അതെ, എനിക്ക് ഒരു സഹോദരനുണ്ട്. ഐ ഹാവ് വൺ ബ്രദർ. ഹാ മേരാ എക് ഭായി ഹെ. ഹാ യെസ്, മേരാ എൻ്റെ എക് ഭായി ഹെ ഒരു സഹോദരനുണ്ട്. ഓക്കെ, സി യു അഗൈൻ. ശരി, എന്നാൽ വീണ്ടും കാണാം. ടീക്ക് ഹെ ഫിർ മിലേംഗെ. ടീക്ക് ഹെ ഫിർ മിലേംഗെ. ശരി, വീണ്ടും കാണാം. ടീക്ക് ഹെ ഫിർ മിലേംഗെ. വീണ്ടും കാണാം. ഓക്കെ, ശരി. അതിന് ടീക്ക് ഹെ. ഓക്കെ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? ടീക്ക് ഹെ. അല്ലെങ്കിൽ ജി ഹാ എന്ന് പറഞ്ഞാലും ഓക്കെ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ശരി എന്നാണ് അർത്ഥം. അപ്പോൾ ഓക്കെ, ബൈ.